ബാക്ക് ടു ആൻലീൻസ് ക്ലാസ്സസ്. ഇന്ന് നമ്മൾ സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ പാഠമാണ് കേട്ടോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്? ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി. ലിബർട്ടി എന്ന് വെച്ചാൽ എന്താണ്? സ്വാതന്ത്ര്യം. ഇക്വാലിറ്റി എന്ന് വെച്ചാൽ സമത്വം. ഫ്രട്ടേണിറ്റി എന്ന് വെച്ചാൽ എന്താണ്? സാഹോദര്യം. അപ്പം സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഇതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കേ 10ാം ക്ലാസ്സിൽ ബയോളജി അങ്ങ് അടിപൊളിയായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാലോ, വിത്ത് പേഴ്സണൽ മെന്റർഷിപ്പ്. യെസ്, നമ്മളൊരു ബാച്ച് അങ്ങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, A+ ബാച്ച്. ആ പേര് പോലെ തന്നെ ചേരുന്നവരെല്ലാവരും എന്ത് വാങ്ങിയിരിക്കും? A+ ബയോളജിയിൽ വാങ്ങിയിരിക്കും. ദാറ്റ്സ് ഡാം ഷ്യൂർ. അതിനൊരു കാര്യം ചെയ്യണ്ടു, ഒരു നമ്പർ താഴെ കാണാനില്ലേ, അതിലോട്ട് മെസ്സേജ് വിളിക്കുകയോ ചെയ്യാം. അപ്പോൾ ടൈമില്ലാട്ട വേഗം ജോയിൻ ആവാം. ഈ ഒരു ചാപ്റ്ററിലോട്ട് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവരൊരു ഡയറി പോലെ ഒരു സംഭവം തന്നിട്ടില്ലേ, വായിക്കാം നമുക്കത്. 1789 ജൂൺ 20 സംഭവമാണ് പറയുന്നത്. പാരീസ് കേട്ടിട്ടില്ലേ? യെസ്, ഫ്രാൻസിൻ്റെ ക്യാപിറ്റലാണ് പാരീസ്. പാരീസ്, ദി ക്യാപിറ്റൽ ഓഫ് ഫ്രാൻസ് ആൻഡ് വൺ ഓഫ് ദി മേജർ സിറ്റീസ് ഇൻ യൂറോപ്പ്, വാസ് ഡ്രെഞ്ച്ഡ് ഇൻ റെയിൻ. അപ്പോൾ ജൂൺ 20 എന്താണ്? പാരീസിൽ നല്ല മഴയാണ്, മഴയത്ത് കുതിർന്ന് കിടക്കുകയാണ് പാരീസ്. പക്ഷേ മഴ പോലെയല്ല, അവിടുത്തെ പൊളിറ്റിക്കൽ ക്ലൈമറ്റ് എങ്ങനെയാണ്? രാഷ്ട്രീയ കാലാവസ്ഥ എങ്ങനെയായിരുന്നു? ഭയങ്കര ചൂടേറി കിടക്കുമായിരുന്നു പാരീസിലെ രാഷ്ട്രീയം. എന്താണ് അങ്ങനെ പറയാൻ കാരണം? റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദി തേർഡ് എസ്റ്റേറ്റ് were denied entry into Estates General, the French Parliament. യെസ്, അവിടുത്തെ നമ്മൾ ഓരോ വിഭാഗങ്ങളായി അവിടെ തിരിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അല്ലേ. അതിൽ 3ാം വിഭാഗക്കാർക്ക് ഫ്രഞ്ച് പാർലമെൻറ്റായ എസ്റ്റേറ്റ്സ് ജനറലോട്ട് എന്ത് കിട്ടിയില്ല? പ്രവേശനം കിട്ടിയില്ല. ഓക്കെ, അപ്പോൾ അത് ഭയങ്കര സംഭവമാണ്. അപ്പോൾ അവരെല്ലാവരും എന്ത് ചെയ്തു? അതിനെ പ്രതിഷേധിച്ചുകൊണ്ട് ടെന്നീസ് കോർട്ട്, അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു. അതാണ് അടുത്ത സെൻറ്റൻസിൽ പറയുന്നത്. Then they gathered in a tennis court nearby. They vowed that they would not leave until a written constitution granting sovereignty to the people of France was drafted. എന്നിട്ട് അവർ അവിടെ എത്തിയിട്ട് പ്രതിജ്ഞ എടുക്കുകയാണ്. എന്ത്? ഞങ്ങൾ ഇവിടുന്ന് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടുത്തെ ജനങ്ങൾക്ക് പരമാധികാരമുള്ള, അല്ലെങ്കിൽ അവിടുത്തെ രാജാക്കന്മാർക്കല്ല, അവിടുത്തെ ആളുകൾക്ക്, സാധാരണ ആളുകൾക്ക് അധികാരമുള്ള ഒരു എന്ത് വേണം? ഒരു ഭരണഘടന തയ്യാറാക്കണം എന്ന് അവർ വാശി പിടിക്കുകയാണ്. എന്നാൽ മാത്രമേ നിങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോവുള്ളൂ എന്ന് അവിടുത്തെ ജനങ്ങൾ പറഞ്ഞു. ഇൻ ദിസ് ലെസൺ വി ഡിസ്കസ് എ പോപ്പുലർ അപ്രൈസിംഗ് ദാറ്റ് ഹാഡ് എ ഡിസീവ് ഇമ്പാക്ട് ഓൺ ദി സബ്സിക്വൻറ്റ് ഹിസ്റ്ററി ഓഫ് ഫ്രാൻസ് ആൻഡ് യൂറോപ്പ്. നമ്മൾ ഈ ചാപ്റ്ററിൽ എന്താണ് പഠിക്കാൻ പോണത്? ഫ്രാൻസിൻ്റെയും യൂറോപ്പിൻ്റെയും ചരിത്രം തന്നെ മാറ്റിമറിച്ച ജനമുന്നേറ്റത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായി ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചത് എന്നൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മെല്ലെ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മുടെ ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് ഡെസ്പോട്ടിക് റിജീം ഇൻ ഫ്രാൻസ്. എന്താണ് ഡെസ്പോട്ടിക് റിജീം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? സ്വേച്ഛാധികാരം എന്നൊക്കെ പറയില്ലേ. ഇനി സ്വേച്ഛാധികാരം എന്ന് വെച്ചാൽ എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ ഇഷ്ടമൊന്നും നോക്കാതെ സ്വന്തം ഇഷ്ടത്തിന് ഒരു നിയന്ത്രണം ഇല്ലാതെ അങ്ങോട്ട് പ്രവർത്തിക്കുക. ആര് ചെയ്തിരുന്നത്? അവിടുത്തെ രാജാക്കന്മാർ ചെയ്തിരുന്നതാണ്. അതിനെയാണ് സ്വേച്ഛാധികാരം അല്ലെങ്കിൽ ഡെസ്പോട്ടിക് റിജീം എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടോ. There was public uprising against the despotic regime that existed in France. ഫ്രാൻസിൽ അന്ന് നിലനിന്നിരുന്ന ഈ സ്വേച്ഛാധികാരത്തിനെതിരെ എന്ത് ചെയ്തിരുന്നു? സാധാരണ ആളുകൾ ശബ്ദമുയർത്താനായിട്ട് തുടങ്ങി. അപ്പം ആ സമയത്ത് നൂറ്റാണ്ടുകളോളം ഭരിച്ചിരുന്ന ഒരു ഡൈനാസ്റ്റി ആയിരുന്നു ബോർബൻ ഡൈനാസ്റ്റി. എന്താണ്? ബോർബൻ ഡൈനാസ്റ്റി. ബിസ്ക്കറ്റ് അല്ല, ഡൈനാസ്റ്റിയുടെ പേരാണ്. ഈ ബോർബൻ ഡൈനാസ്റ്റീനെ നമ്മുടെ മലയാളം ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് ബൂർബൻ ഡൈനാസ്റ്റി എന്നാണ്. എനിവേ, എന്താണ് ഈ ബോർബൻ ഡൈനാസ്റ്റി ഒരുപാട് വർഷങ്ങളോളം ഫ്രാൻസിൽ ഭരിച്ചിരുന്ന ഒരു ഡൈനാസ്റ്റിയാണ്. ഇനി ആ ഡൈനാസ്റ്റിയിലെ ഭരണകർത്താക്കളുടെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഓൾ ദ റൂളേഴ്സ് ഓഫ് ദിസ് ഡൈനാസ്റ്റി വർ ജനറലി ഡെസ്പോട്ടിക്. എല്ലാവരും എന്ത് ചെയ്തിരുന്നു? ഈ സ്വേച്ഛാധികാരം കാണിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിനാണ് അവർ രാജ്യം ഭരിച്ചിരുന്നത്, അല്ലാതെ അവിടുത്തെ ജനങ്ങളുടെ ഇഷ്ടം നോക്കുവാനോ ഒന്നും അവർ നിന്നിട്ടില്ല. They believed in the divine right of rulers എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്?
അവിടുത്തെ ഭരണകർത്താക്കൾ ദൈവത്തിന് തുല്യമാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലമായിരുന്നു അത്. അപ്പം അവിടുത്തെ ആ രാജാക്കന്മാർ എന്ത് ചെയ്തിരുന്നു? അത് വിശ്വസിച്ചിരുന്നു. ഡിവൈൻ റൈറ്റ്. ഓൾസോ ദർ വാസ് എ പാർലമെന്റ് കോൾഡ് എസ്റ്റേറ്റ്സ് ജനറൽ. അവിടെ ഒരു പാർലമെന്റ് ഒക്കെ ഉണ്ട്. എന്താണ് പാർലമെന്റിന്റെ പേര്? എസ്റ്റേറ്റ്സ് ജനറൽ എന്നാണ്. പക്ഷെ എന്ത് ചെയ്തിട്ടില്ല? ഇങ്ങനെ ഒരു പാർലമെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാ സാധാരണ ജനങ്ങളെയും അല്ലെങ്കിൽ അവിടുത്തെ റെപ്രസെൻറ്റേറ്റീവ്സിനൊക്കെ വിളിച്ച് എന്ത് ചെയ്യും? ഒരു യോഗം ചേരൂല്ലേ, എന്നിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കും. പക്ഷെ അങ്ങനെയൊന്നും കുറേ കാലമായിട്ട് വിളിച്ചു കൂട്ടി, സമ്മൺ എന്ന് വെച്ച് വിളിച്ചു കൂട്ടുക, അതൊന്നും ചെയ്തിട്ടില്ല. The parliament was summoned only in 1614 for the last time. അവസാനമായി എന്നാണ് ഈ പാർലമെന്റ് വിളിച്ചു കൂട്ടിയിട്ടുള്ളത്? 1614. അതിനുശേഷം പിന്നെ പാർലമെന്റ് വിളിച്ചു കൂട്ടുകയോ ഒന്നും ചെയ്തിട്ടില്ല. The most prominent of the Bourbon kings was Louis XIV, who declared, "I am the state." ഈ ബർബൺ ഡൈനാസ്റ്റിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു കിങ് ആണ്, ഒരു രാജാവാണ്. ആര്? ലൂയിസ് 14. അപ്പോൾ ആള് പറഞ്ഞ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രശസ്തമായ ഒരു ഡയലോഗാണ് എന്ത്? ഞാനാണ് രാഷ്ട്രം. അപ്പം അതിനർത്ഥം എന്താണ്? ആളുടെ കീഴിലാണ് എല്ലാവരും വരുന്നത്, ആളാണ് ദൈവത്തിന് തുല്യമായിട്ടുള്ള ആള് എന്നൊക്കെയാണ് അന്നത്തെ ആളുകളുടെ ചിന്താഗതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് പഠിച്ചത്? ഫ്രാൻസിലെ എങ്ങനെയായിരുന്നു ആ സമയത്തെ അവിടുത്തെ ഭരണരീതികൾ എന്നൊക്കെയാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഇനി നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു അല്ലേ, അവർ വിശ്വസിച്ചിരുന്ന ഒരു കാര്യം, ഡിവൈൻ റൈറ്റ്. അതെന്താണ് ഇനി നമുക്ക് നോക്കാം. എന്താണ് ഡിവൈൻ റൈറ്റ് തിയറി? ഡിവൈൻ റൈറ്റ് തിയറി, അതിൻ്റെ മലയാളം വേർഡ് പറയട്ടെ ഞാൻ. എന്താണ്? ദൈവ ദത്താധികാര സിദ്ധാന്തം എന്നാണ് ഡിവൈൻ റൈറ്റ് തിയറിയുടെ മലയാളം വേർഡ് കേട്ടോ. ഓക്കെ, എനിവേ എന്താണ് ഡിവൈൻ റൈറ്റ് തിയറി? ഈ ഡിവൈൻ റൈറ്റ് തിയറിയിൽ നമ്മുടെ രാജാവ് എന്താണ്? ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്, റെപ്രസെൻറ്റേറ്റീവ് ആണ്. ദ കിങ് ഈസ് ദി റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഗോഡ്. ദ കിങ് ഡിറൈവ്സ് ഹിസ് അതോറിറ്റി ഫ്രം ഗോഡ്. ഈ രാജാക്കന്മാർക്ക് എങ്ങനെയാണ് ആ അധികാരം കിട്ടിയത്? ദൈവത്തിൽ നിന്നാണ്. ദ കിങ് ഡിറൈവ്സ് ഹിസ് അതോറിറ്റി ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്നാണ് അവർക്ക് ആ ഒരു അധികാരം കിട്ടിയിട്ടുള്ളത്. ഹെൻസ് ദേ ആർ നോട്ട് അക്കൗണ്ടബിൾ ടു ദ പീപ്പിൾ ബട്ട് ടു ഗോഡ്. അപ്പോൾ അവരാർക്കാണ് കടപ്പെട്ടിരിക്കുന്നത്? അക്കൗണ്ടബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടപ്പാട്. ആർക്കാണ് കടപ്പെട്ടിരിക്കുന്നത്? ദൈവത്തിനല്ലേ, ജനങ്ങളല്ലല്ലോ. ജനങ്ങൾക്കാണോ അവർ കടപ്പെട്ടിരിക്കുക? അല്ല. ആ അധികാരം കൊടുത്തത് അവർക്ക് ആരാ? ദൈവം, ജനങ്ങളല്ല. സോ അവർ കടപ്പെട്ടിരിക്കുന്നത് ദൈവത്തോടാണ്, ജനങ്ങളോടല്ല എന്നാണ് ആ ഒരു സെൻറ്റൻസിൽ പറഞ്ഞിട്ടുള്ളത്. ദോസ് ഹു സപ്പോർട്ടഡ് ദി ഡെസ്പോട്ടിക് റൂൾ ബിലീവ്ഡ് ഇൻ ദിസ് തിയറി. ആരൊക്കെയാണോ ഈ ഒരു സ്വേച്ഛാധികാര ഭരണം സപ്പോർട്ട് ചെയ്തിരുന്നത് അവരെല്ലാം തന്നെ ഈ ഒരു തിയറി വിശ്വസിച്ചിരുന്നു. എന്താണ് ഡിവൈൻ റൈറ്റ് തിയറി എന്ന് മനസ്സിലായല്ലോ? സിമ്പിൾ അല്ലേ? യെസ്. ഇനി നമുക്കൊരു മാപ്പ് തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഈ മാപ്പിൽ നമ്മളോട് ആദ്യം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്നറിയോ? ഫ്രാൻസ് കണ്ടുപിടിക്കാം. ലൊക്കേറ്റ് ദി ഫ്രാൻസ്. എവിടെയാണ് ഫ്രാൻസ്? ദേ ഇവിടെ ഫ്രാൻസ് കിടക്കുന്നുണ്ട്. ഇനി ഫ്രാൻസിന് അടുത്ത് കിടക്കുന്ന നൈബറിംഗ് സ്റ്റേറ്റ്സ് കണ്ടുപിടിക്കാൻ പറയുകയാണ്. ഏതൊക്കെ വരും? യെസ്, ജർമ്മൻ സ്റ്റേറ്റ്സ്, സ്പെയിൻ, അതുപോലെ നെതർലാൻഡ്സും വരും, ഓസ്ട്രിയ, ഹംഗറി, വെനീസ്. ഇതെല്ലാം തന്നെ എന്താണ് നമ്മുടെ ഫ്രാൻസിൻ്റെ നൈബറിംഗ് സ്റ്റേറ്റ്സ് ആണ്. സോ അതെല്ലാം എന്ത് ചെയ്യാൻ നിങ്ങളൊന്ന് എഴുതി വെക്കാം കേട്ടോ. നിങ്ങൾക്ക് കിട്ടുന്നതെല്ലാം എഴുതി വെക്കാം. ഈ മാപ്പിൽ ഇതെല്ലാം കാണാതെ പഠിക്കാൻ വേണ്ടി തന്നിരിക്കുന്നതല്ല, ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അന്നത്തെ യൂറോപ്പ് എങ്ങനെയാണ്, എവിടെയാണ് ഫ്രാൻസ് എന്നൊക്കെ ഒന്ന് കാണിച്ചു തന്നേക്കാണ്. മനസ്സിലായില്ല എവിടെയാന്നൊക്കെ? ഓക്കെ, നമുക്ക് അടുത്തൊരു ടോപ്പിക്ക് പഠിക്കാം. ഇനി നമുക്ക് അന്ന് ഫ്രാൻസ് ഭരിച്ചിരുന്ന കുറച്ച് ഭരണകർത്താക്കളുടെ ഭരണരീതികളൊക്കെ നോക്കാം. നമ്മൾ ലൂയിസ് 14 കണ്ടു അല്ലേ? ഇനി നമ്മൾ ലൂയിസ് 15 പറ്റി പഠിക്കാം. 14 കഴിഞ്ഞാൽ പിന്നെ ആരായിരിക്കും? 15. 15 കഴിഞ്ഞാൽ പിന്നെ ആരായിരിക്കും? 16. അങ്ങനെ തന്നെയാണ് ഇവിടെ. അപ്പോൾ 14 ശേഷം വന്ന പുതിയ രാജാവാണ് ലൂയിസ് 15. അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഴിമതി, കറപ്ഷൻ എന്ന് വെച്ചാൽ അഴിമതി, എക്സ്ട്രാ വേജൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ധൂർത്ത്. അതുപോലെ തന്നെ തുടർച്ചയായി എന്തുണ്ടാവും? യുദ്ധങ്ങൾ ഉണ്ടാവും. അപ്പം എന്തൊക്കെയാണ് പറഞ്ഞത്? അഴിമതി, ധൂർത്ത്, അതുപോലെ തന്നെ
കണ്ടിന്യൂസ് ആയിട്ടുള്ള യുദ്ധങ്ങൾ. ഇതെല്ലാം എന്താ ഉണ്ടാവുക? ഒരു രാജ്യത്തിലെ ആളുകളെ ദുരിതത്തിലാക്കി ഉണ്ടാവും അല്ലേ? യെസ്. അപ്പോൾ ലൂയിസ് 15 ചെയ്ത കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ടു ഫൈൻഡ് മണി ഫോർ ഹിസ് എക്സ്ട്രാ വേജൻസ് ഹി ഇമ്പോസ്ഡ് ന്യൂ ടാക്സസ് ഓൺ ഹിസ് സബ്ജക്ട്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രശ്നം ധൂർത്തുണ്ടെന്ന് അല്ലേ? ധൂർത്തടിക്കണമെങ്കിൽ എന്ത് വേണം? കാശ് വേണം. അപ്പോൾ കാശ് കിട്ടാൻ എന്ത് ചെയ്തു എന്നറിയോ അദ്ദേഹം അവിടുത്തെ ജനങ്ങളുടെ മേലിൽ കൂടുതൽ നികുതികൾ, ടാക്സുകൾ അടിച്ചേൽപ്പിക്കാനായിട്ട് തുടങ്ങി. ഇവിടെ സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാശ് കിട്ടുന്നത് ആരുടെ കയ്യിൽ നിന്നായിരിക്കും? സാധാരണ ജനങ്ങളുടെ കയ്യിൽ. അത് ഈ സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ജനങ്ങളാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പം ലൂയിസ് 15 കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ലൂയിസ് 16. ലൂയിസ് 15 ശേഷം വന്ന ആളാണ് ലൂയിസ് 16. ദ ലൂയിസ് 16th who came to power later did not pay much heed to governance. ഈ ലൂയിസ് 16 ഈ ഭരണകാര്യങ്ങളിലൊന്നും വലിയൊരു താല്പര്യം പ്രകടിപ്പിച്ച ഒരാളായിരുന്നില്ല. ആര്? ലൂയിസ് 16. ഹി ബിലീവ്ഡ് ദാറ്റ് ദ കൺട്രി വാസ് സേഫ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഹിസ് ലോയൽ മിനിസ്ട്രീസ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരുപാട് വിശ്വസ്തരായ മന്ത്രിമാരുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം വിശ്വസിച്ചു എന്ത്? നമ്മുടെ രാജ്യം ഈ വിശ്വസ്തരായ മന്ത്രിമാരുടെ കയ്യിൽ സുരക്ഷിതമാണ് എന്ന് ലൂയിസ് 16 വിചാരിച്ചിരുന്നു. അദ്ദേഹം ഇവരെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, മുന്നേ ഉണ്ടായിരുന്ന രാജാക്കന്മാരെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു ആളാണ് ആര്? ലൂയിസ് 16. പക്ഷെ അദ്ദേഹത്തിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. നോക്കാം എന്താണ് പ്രശ്നം എന്ന്. അവിടുത്തെ രാജ്ഞിയായിരുന്ന ദ ക്വീൻ മേരി ആന്റോയിനെറ്റെ കോൺസ്റ്റന്റ്ലി ഇന്റർഫിയർഡ് ഇൻ ദി ഗവൺമെന്റ് അഫയേഴ്സ്. അപ്പം ഈ രാജ്ഞി എന്ത് ചെയ്തിരുന്നു എന്നറിയോ? അവിടുത്തെ ഭരണകാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്തിരുന്നു? തുടർച്ചയായി ഇടപെട്ടിരുന്ന ഒരാളാണ് അവിടുത്തെ രാജ്ഞി മേരി. ഓക്കെ, ഈ രാജാവ് എന്ത് ചെയ്തു? ഈ രാജ്ഞിയുടെ സ്വഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജ്ഞിക്ക് ഭയങ്കര ധൂർത്തുണ്ടായിരുന്നു. ഈ രാജാവ് അതൊന്നും അത്ര ഗൗനിച്ചിരുന്നില്ല. ഓക്കെ, പക്ഷെ ഈ ഒരു കാര്യം ജനങ്ങളെ അത്ര ഒരു തൃപ്തിപ്പെടുത്തിയിരുന്ന ഒരു കാര്യം ആയിരുന്നില്ല ഈ രാജ്ഞിയുടെ ധൂർത്തും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ രാജാവ് നന്നായിരുന്നു എങ്കിലും രാജ്ഞി എന്ത് ചെയ്തിരുന്നു? ധൂർത്തൊക്കെ കാണിച്ചിരുന്ന ഒരാളായിരുന്നു. അടുത്ത ടോപ്പിക്കാണ് ഫ്രഞ്ച് സോഷ്യൽ സിസ്റ്റം. ഫ്രഞ്ചിലെ സാമൂഹിക വ്യവസ്ഥിതി എങ്ങനെയായിരുന്നു നോക്കാം. അപ്പോൾ അന്നത്തെ ജനങ്ങൾ സാധാരണയായി പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. നോബിൾസ് ഫൈറ്റ്. നോബിൾസ് ഫൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? പ്രഭുക്കന്മാർ യുദ്ധം ചെയ്യുന്നു. പ്രീസ്റ്റ് പ്രേ. പുരോഹിതന്മാർ പ്രാർത്ഥിക്കുന്നു. ആൻഡ് ദി കോമൺസ് പേ. സാധാരണക്കാരെ നികുതി അടയ്ക്കുന്നു. ഇതാണ് ഒരു കോമൺ ആയിട്ട് അന്നത്തെ കാലത്ത് പറഞ്ഞിരുന്ന ഒരു സംഭവം. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കുക? എന്തുകൊണ്ടായിരിക്കും? 18ാം നൂറ്റാണ്ടിൽ ഫ്രഞ്ച് സൊസൈറ്റി എന്ത് ചെയ്തിട്ടുണ്ട്? 3 എസ്റ്റേറ്റുകളായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എത്ര എണ്ണം? 3 എണ്ണം. ദി ക്ലർജി ഇൻ ദി ഫസ്റ്റ്. ക്ലർജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുരോഹിതന്മാർ കേട്ടോ. അവിടുത്തെ പുരോഹിതന്മാരാണ് ആദ്യത്തെ എസ്റ്റേറ്റിൽ വന്നിരുന്നത്. രണ്ടാമത്തിൽ ആരായിരുന്നു? നോബിൾസ്. നോബിൾസ് ഇൻ ദി സെക്കൻഡ്. ഈ പ്രഭുക്കന്മാരെല്ലാം തന്നെ സെക്കൻഡ് എസ്റ്റേറ്റിലും കോമൺ പീപ്പിൾ സാധാരണ ജനങ്ങൾ ഏത് എസ്റ്റേറ്റിലാണ്? തേർഡ് എസ്റ്റേറ്റിലുമാണ്. അങ്ങനെ ഒരു 3 എസ്റ്റേറ്റുകളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? 3 തട്ടുകളായിട്ട് ഫ്രഞ്ച് സമൂഹത്തിനെ 18ാം സെഞ്ചുറിയിൽ ഡിവൈഡ് ചെയ്തു. ക്ലിയർ? ഇനി നമുക്ക് ഈ 3 എസ്റ്റേറ്റിലെ ആദ്യത്തെ തട്ടിൽ പെടുന്ന ക്ലർജിമാരെ പറ്റി പഠിക്കാം. ഓക്കെ, ദി കാത്തലിക് ചർച്ച്. അവിടെ ഉണ്ടായിരുന്ന കത്തോലിക്ക സഭയെ പറ്റിയിട്ടാണ് പറയുന്നത്. കത്തോലിക്ക പള്ളികൾ. ഓക്കെ, ദി കാത്തലിക് ചർച്ച് ഇൻ ഫ്രാൻസ് വാസ് വെരി പവർഫുൾ ആൻഡ് വെൽത്തി. അവിടെ ഉണ്ടായിരുന്ന കത്തോലിക്ക സഭ എന്ന് പറയുന്നത് എന്താണ്? വളരെ പവർഫുള്ളും അതുപോലെ തന്നെ സമ്പന്നരുമായിരുന്നു. ദി ചർച്ച് ഓൺഡ് എ ലാർജ് ട്രാക്ട്സ് ഓഫ് ലാൻഡ്. അവിടെ ഉണ്ടായിരുന്ന ഭൂസ്വത്തിൻ്റെ ഈ വലിയ ഭാഗം ആരുടെ കയ്യിലാണ്? ഈ പള്ളികളുടെ കയ്യിലായിരുന്നു. ദി ക്ലർജി വാസ് എക്സെംപ്റ്റഡ് ഫ്രം ഓൾ ടൈപ്സ് ഓഫ് ടാക്സസ്. എന്ന് പറഞ്ഞാൽ ഈ പുരോഹിതന്മാർക്ക് എന്ത് വേണ്ടിയിരുന്നില്ല? അവിടുത്തെ ഒരു ടാക്സും അടയ്ക്കേണ്ടി വന്നിരുന്നില്ല. അതിനെല്ലാം അവരെ ഒഴിവാക്കിയിരുന്നു. മോർ ഓവർ ദേ ലിവിഡ് എ ടാക്സ് കോൾഡ് ദി ടൈത്ത് ഓൺ ദി കോമൺ പെസൻസ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സാധാരണ കർഷകരുടെ കയ്യിൽ നിന്ന് അവരൊരു തരം നികുതി പിരിച്ചിരുന്നു. ആ നികുതിയുടെ പേരാണെന്ത്? ടൈത്ത്. 1/10 ഓഫ് ദി
ടോട്ടൽ പ്രൊഡ്യൂസ് വാസ് റെമിറ്റഡ് ആസ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കർഷകരെ കൃഷി ചെയ്തുണ്ടാക്കുന്ന ഓരോ സാധനത്തിൻ്റെയും 10% എന്ത് ചെയ്യണം, അത് അവർക്ക് ടാക്സ് ആയിട്ട് കൊടുക്കണം. അതാണ് ടൈത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദിസ് മെയ്ഡ് ദ കോമൺ പെസൻസ് റെസെന്റ് ദി ക്ലർജി. ഇത് അവർക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണോ? അല്ല അല്ലേ. ഈ സാധാരണ കർഷകർക്ക് ഇതൊരു വിഷമമുള്ള ഒരു കാര്യമാക്കി മാറ്റി. എന്ന് വെച്ചാൽ ഈ പുരോഹിതന്മാരോട് വിരോധം ഉളവാക്കിയിരുന്നു ഈ ഒരു ടൈത്ത് എന്ന് പറഞ്ഞ ടാക്സ്. ക്ലിയർ അല്ലേ? ക്ലർജിമാരെ പറ്റി മനസ്സിലായില്ലേ? ഇനി നമുക്ക് രണ്ടാം തട്ടിൽ പെടുന്ന പ്രഭുക്കന്മാരെ പറ്റി, നോബിൾസിനെ പറ്റി പഠിക്കാം. ദ നോബിൾസ് ഹെൽഡ് ദി ഹയസ്റ്റ് പൊസിഷൻസ് ഇൻ ഗവൺമെൻറ് ആൻഡ് ഇൻ ദി ആർമി. ആർമിയിലും ഗവൺമെൻറ്റിലും ഉയർന്ന തലത്തിലിരുന്നിരുന്ന ആളുകളായിരുന്നു ആരെ? പ്രഭുക്കന്മാർ, നോബിൾസ്. ദേ വർ ലാൻഡ് ഓണേഴ്സ് ആസ് വെൽ. അവർ ലാൻഡ് ഓണേഴ്സും കൂടിയാണ്. അവരുടെ കയ്യിൽ ഒരുപാട് ഭൂസ്വത്തൊക്കെ ഉണ്ട്. ദി നോബിൾസ് ഹു ലിവ്ഡ് ലക്ഷൂറിയസ്ലി. അവരെങ്ങനെയാണ്? ഭയങ്കര ലക്ഷൂറിയസ് ആയിട്ടാണല്ലോ ജീവിച്ചിരുന്നത്. അവരെന്ത് ചെയ്തിരുന്നു? കളക്റ്റഡ് വാരിയസ് ടാക്സസ് ഫ്രം ദി പീപ്പിൾ. സാധാരണ ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഒരുപാട് നികുതികൾ പിരിച്ചിരുന്നവരാണ് ഈ പ്രഭുക്കന്മാർ. അക്കോർഡിംഗ് ടു ദി ആക്ട് ഓഫ് 1749, 1749 നിയമം പ്രകാരം എല്ലാ വിഭാഗക്കാരും, സാധാരണ ജനങ്ങളെല്ലാം എന്ത് ചെയ്യണം? അവരുണ്ടാക്കുന്ന വരുമാനത്തിലെ 20% ആർക്ക് കൊടുക്കണം? ഗവൺമെൻറ്റിന് നികുതിയായി കൊടുക്കണം എന്ന് നിയമം വന്നു. All sections of people had to pay 1/20 of their income directly to the government as tax. This tax was known as വിങ്ടിമി. പിന്നെ ഇപ്പം നമ്മൾ വായിച്ച ആ ടാക്സിൻ്റെ പേരില്ല, വിങ്ടിമി, അതങ്ങനെയല്ല വായിക്കുക. അതൊരു ഫ്രഞ്ച് വേർഡാണ്. അതിൽ ജിയും ടിയും സൈലൻ്റ് ആണ്. പക്ഷെ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ പ്രൊനൗൺസ് ചെയ്യാനല്ല പഠിക്കേണ്ടത്. എന്ത് ചെയ്യുക? നമുക്ക് എഴുതണമല്ലോ എക്സാമിന്. അതിന് വിങ്ടിമി എന്ന് പഠിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യില്ല, അതിലെ സ്പെല്ലിംഗ് ഒക്കെ തെറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എഴുതാൻ എങ്ങനെയാണോ എളുപ്പം അതുപോലെ നിങ്ങൾ വായിക്കുക. പിന്നെ ആ വേർഡിൻ്റെ അർത്ഥം 20 എന്ന് തന്നെയാണ്. മനസ്സിലായല്ലോ സംഭവം എന്താണ്? ടാക്സിൻ്റെ ഒരു പേരാണ്. ടാക്സിൽ എന്താണ്? അവരുണ്ടാക്കുന്ന വരുമാനത്തിൻ്റെ 20% ആർക്ക് കൊടുക്കണം? ഗവൺമെൻറ്റിന് കൊടുക്കണം എന്നാണ് 1749 നിയമം പ്രകാരം. ക്ലിയർ ആണല്ലോ ടാക്സും കാര്യങ്ങളൊക്കെ. ദ ഫസ്റ്റ് 2 എസ്റ്റേറ്റ്സ് ഏതാണ്? ആദ്യത്തെ 2 എസ്റ്റേറ്റുകൾ ക്ലർജി, നമ്മൾ ആദ്യം പഠിച്ച ക്ലർജിയും പിന്നെ അതുപോലെ നോബിൾസും. ഗോട്ട് എക്സെംപ്റ്റഡ് ഫ്രം ദി ടാക്സ് ബൈ ഗിവിങ് എ സ്മോൾ എമൗണ്ട് ടു ദി കിങ് ആസ് എ ഗിഫ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ക്ലർജിമാർക്ക്, പുരോഹിതന്മാർക്കും അതുപോലെ തന്നെ പ്രഭുക്കന്മാർക്കും എന്ത് കൊടുക്കണ്ട? നികുതികൾ കൊടുക്കണ്ട അല്ലേ? അപ്പം അതിന് പകരം അവരെന്താ ചെയ്യണമെന്ന് അറിയോ? ഇങ്ങനെ നികുതിയിൽ നിന്ന് ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ട് അവർ രാജാവിന് ഗിഫ്റ്റ് പോലെ എന്ത് ചെയ്യും? കുറച്ച് കാശോ എന്തെങ്കിലും രാജാവിന് നേരിട്ട് കൊടുക്കും. അപ്പം അവരെ നികുതിയിൽ നിന്ന് രാജാവ് ഒഴിവാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദി പ്രീസ്റ്റ് ആൻഡ് നോബിൾസ് നെവർ ഹെസിറ്റേറ്റഡ് ടു ഒപ്പോസ് ദി മൊണാർക്കി ടു മെയിൻറ്റെയിൻ ദെയർ റൈറ്റ്സ്. അവരുടെ അവകാശങ്ങൾ, ഈ പ്രീസ്റ്റുകളുടെയും നോബിൾസിൻ്റെയും അവകാശങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ അന്നത്തെ രാജ്യഭരണത്തിനെയൊക്കെ അവർക്കെതിരായി വരുന്നതിനൊക്കെ അവരെന്ത് ചെയ്തിരുന്നു? എതിർത്തിരുന്നു കേട്ടോ. അതാണ് അവസാന സെന്റൻസിൽ പറഞ്ഞ കാര്യങ്ങൾ. അപ്പം പ്രഭുക്കന്മാരെ പറ്റി മനസ്സിലായില്ലേ? യെസ്. ഇനി അടുത്തൊരു ബോക്സിൽ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ് പ്രഭുക്കന്മാർ സാധാരണ ജനങ്ങളെ ചൂഷണം ചെയ്തിരുന്നത് എന്നതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാണ്. ഒരുപാട് ടാക്സുകളും അതുപോലെ തന്നെ ഓരോ വർഷത്തിൽ 2-3 പേരെ ഒരു കാശും കൊടുക്കാതെ പണിയെടുപ്പിക്കാനുള്ള അവകാശം, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ആ ബോക്സിൽ പറയുന്നുണ്ട്. നിങ്ങൾക്കത് എക്സ്ട്രാ റീഡിംഗ് ആയിട്ട് അതൊന്ന് വായിക്കാം. ഇനി 3rd എസ്റ്റേറ്റിൽ ആരാ വരുന്നത്? ദി കോമൺസ് അല്ലേ? സാധാരണ ജനങ്ങൾ വരുന്ന തട്ടാണ്. ഏറ്റവും താഴത്തെ 3ാമത്തെ വിഭാഗം 3rd എസ്റ്റേറ്റ്. അതാണ് ദി കോമൺസ്, സാധാരണ ജനങ്ങൾ. ഓക്കെ, ഇത് മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഇതുവരെ എടുത്തത് എല്ലാവർക്കും മനസ്സിലായില്ലേ? യെസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ബയോളജി ക്ലാസ്സിനെ പറ്റി മറക്കരുത്. ബയോളജി ക്ലാസ്, SLC ബയോളജി ക്ലാസ് വേണ്ടവരെല്ലാവരും വേഗം തന്നെ ആ നമ്പറിൽ കൊടുത്തിട്ടില്ലേ, നമ്പറിൽ വിളിച്ചാൽ മതി. കമൻറ്റ് സെക്ഷനിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം. കൂടുതൽ ഡീറ്റെയിൽസും ഫീസിൻ്റെ കാര്യങ്ങളും, ഫീസൊക്കെ കുറച്ച് തന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് വിളിക്കുമ്പോൾ സംസാരിക്കാം. മെസ്സേജ് അയച്ചാലും മതി. ഇനി വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഓക്കെ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്